ആണോ സമീറ? ആണോ? 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 മനസ്സിലായോ? ഞാൻ എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്ക ഗുളികയുണ്ട്. ഞാൻ അതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറും. ലൈവ് ആണോ? ആണോ സമീറ? ആണോ? 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 നീ എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുക. എന്നെ വീണ്ടും ഇവിടെ വന്ന് എന്നെ ചൊറിഞ്ഞതാണേ സമീറ, ചൊറിഞ്ഞതാണേ. നീ ഇപ്പൊ ഇവിടെ വന്ന് നാടൻ കളിക്കാന്ന് നീ എന്താ പറഞ്ഞ? എന്നെയും ചേച്ചിയെ നമ്മൾ തെറ്റിച്ചപ്പോ നിനക്ക് സംഭവം എല്ലാ രീതിയിലും എല്ലാം ഞാൻ ചത്തില്ല, ഇപ്പൊ ചാവും കേട്ടോ. ഓർക്കൂടി കുടിച്ചതാ, വേറെ ഒന്നും. എല്ലാത്തിനൊരു പരിധിയുണ്ട്. 4 വശത്തുനിന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്ക ഗുളികയുണ്ട്. ഞാൻ അതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറും. ലൈവ് കയറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ലാന്ന് പറഞ്ഞ എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും. പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണെന്നതില് എന്റെ മാനസികമായിട്ട് വല്ലാത്ത രീതി തളർത്താണ് വൈഗ, സെമീറ, സനു. ഞാനിവരെ 3 പേരുടെ പേരും പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ ഒരു സംഭവം ചെയ്യും. എനിക്ക് മടുത്തു തുടങ്ങി. അപ്പൊ നമ്മൾ തനൂജയുടെ പുതിയ വീഡിയോ ഉണ്ടല്ലോ, എന്തായാലും നല്ല കോമഡി വീഡിയോ ആയിരുന്നു. ഞാൻ കുറെ നേരം ഇരുന്ന് ചിരിച്ച്. അപ്പൊ കുറെ പേരൊക്കെ വിചാരിക്കും ഇവൻ എന്താടേ ഇപ്പൊ വേറൊരാൾ സങ്കടം കണ്ടിട്ട് വേറൊരാൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇവനെ ഒന്ന് ചിരിക്കണേ. എന്ത് സ്റ്റേജ് എന്നാ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ തനൂജ മര്യാദക്ക് തനൂജ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോയച്ച സമയത്ത് തനൂജ ഇപ്പൊ ആ തനൂജ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാരും തനൂജനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടേച്ചത്. കാര്യം എന്താണ്? നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം, അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടേച്ചത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ പിഴവുകൾ ഓരോരുത്തർ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റാതെ നിങ്ങൾ വന്നിട്ട് വെറുതെ ഓവർ റിയാക്ട് ചെയ്ത് ഓരോ ഷോ ഇറക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയത്. ഇപ്പൊ ലൈവിനകത്ത് വന്നിട്ടാണെങ്കിലും ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് കാണിക്കുന്നതൊക്കെ ആണെങ്കിൽ, ആ ഗുളിക കഴിക്കുന്ന അതൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു എന്തോ ഒരു നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത്രയും ഞാൻ പറയും. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ അതേപോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളത് പബ്ലിക്കായിട്ട് വന്നിട്ട് ലൈവായിട്ട് എല്ലാവരും കാണിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു റീച്ച് വേണമെന്നൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണതാണ്. അപ്പം നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ, അപ്പം മകളോട് നിങ്ങൾക്ക് സ്നേഹമൊന്നുമില്ലേ? ഞാൻ ചോദിക്കട്ടെ, മകളോട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യുമോ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. നിങ്ങളുടെ സ്വന്തം ജീവൻ നിങ്ങൾ കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ഒരു സ്നേഹമില്ല എന്ന് മാത്രമേ എനിക്ക് അതിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് വേറെ ആരാണുള്ളത്? നിങ്ങളാ മാത്രമാണ് നിങ്ങളുടെ മകൾക്കുള്ളത്. അപ്പം നിങ്ങളാണ് നിങ്ങളുടെ മകൾ നോക്കേണ്ടത്. അതൊന്നും ഇല്ലാതെ നിങ്ങൾ ഇമാതിരി ഒരു പണി കാണിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരതിന് ഉത്തരവാദിത്തം പറയും? അല്ലെ ആർക്ക് പോയി? നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കുമാണ് പോയത്. മെയിനായിട്ട് നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് പോയത്, അല്ലാണ്ട് വേറെ ആർക്കും ഇവിടെ ഒന്നും പോകാനില്ല. ഇപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ലൈവ് കണ്ടിട്ടിരുന്ന എത്ര പേരുണ്ടോ അത്രയും പേരും ചിലപ്പോൾ അപ്പം ഇരുന്നിട്ട് ഒന്ന് ചിലപ്പോൾ സാഡ് ഇമോജിയൊക്കെ ഇടുമായിരിക്കും. അല്ലാതെ ഇപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാവരും അവനവന്റെ പാട് നോക്കി പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് മാത്രമാണ് ഇതിനകത്ത് ലോസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇമാതിരി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ, ഇപ്പൊ ഈ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് അത് തന്നെ. നമ്മൾ ഇതേപോലത്തെ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ എടുക്കുന്നത്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും
ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവരൊക്കെ സങ്കടപ്പെടുമായിരിക്കും. എന്ത് സങ്കടം, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ സങ്കടപ്പെടും. അത് തന്നെ കുറച്ചാളുണ്ടാവും. അത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അവരും നമ്മളെപ്പറ്റി മറക്കും. എല്ലാവരും നമ്മളെപ്പറ്റി മറന്ന് പിന്നെ എല്ലാവരും പഴയ പടി തന്നെ പോകും. ഇപ്പം ഈ തനൂജയുടെ കേസിനകത്ത് എനിക്ക് തോന്നുന്നുള്ള തനൂജ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ആരെയൊക്കെയോ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കണ്ടിട്ട് നല്ല കോമഡി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ ജെന്യൂനായിട്ട് പറയാം. പിന്നെ തനൂജയുടെ ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഭീഷണിപ്പെടുത്തുന്നത്, ഞാനിങ്ങനെ ഇതായി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു ഓഡിയോ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്താണെങ്കിലും തനൂജയുടെ ഈ ഒരു ഷോ ഇനി എത്ര നാൾ പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തനൂജയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം ഈ വിമർശനങ്ങളൊന്നും നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് പോകണം. കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലാണ്ട് പിന്നെയും അതിനകത്ത് തന്നെ വീഡിയോ ഇട്ട് ഇതേപോലെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് ആ വിവാദങ്ങളിനകത്ത് വരുന്ന വിമർശനം ഒന്നും ഏറ്റെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവില്ലാതെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമാതിരി ജീവൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് തനൂജയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ എത്തി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മളെ അറിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലായിരിക്കും ഉണ്ടാവുന്ന. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ നമ്മളെ വിമർശിക്കുന്നതായിട്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അവരെ എല്ലാവർക്കും നമ്മൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രം നേരമുണ്ടാവുള്ളൂ. കാര്യം അതാണ് ഇപ്പം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ പഠിച്ചൊരു ഇതാണ്. കാര്യം നമുക്കൊരു പരിധി വരെ നമുക്കിതിനൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിധി വിട്ട് ഈ ഒരു സംഭവം പോകണമെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് അധികം കടിച്ചു തൂങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ സമാധാനവും പോവും, വെറുതെ നമ്മുടെ സമയവും കളയാന്നല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ തനൂജ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തനൂജയ്ക്ക് അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തനൂജ ഇപ്പം അത്യാവശ്യം തനൂജയുടേതായിട്ടുള്ള ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്തിട്ടാലും കാണാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഓഡിയൻസിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് തനൂജ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും തരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ പാടാണ്. നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിനകത്ത് തന്നെ അത് വലിയൊരു പാടായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾ പല രീതിക്കുള്ള ലൈഫിനകത്ത് പല സ്റ്റേജിനകത്ത് കൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയി. പക്ഷേ എന്നാലും ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വേറൊരു വേൾഡാണ്. ഇപ്പം നമ്മൾ ടി വിനകത്തൊക്കെ ഇപ്പോൾ തനൂജയൊക്കെ ടി വി പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ടി വിനകത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു പരിപാടി ചെയ്താൽ നമ്മൾ ഓഡിയൻസ് ആയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. കാര്യം അവർക്ക് കാണാൻ മാത്രം പറ്റുള്ളൂ. ഈ ടി വിനകത്തൊന്നും അവർക്ക് അധികം ഇങ്ങനെ പ്രതികരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നേരെ തിരിച്ചാണ് പരിപാടികൾ. അവിടെ എല്ലാം അതായത് ഈ വ്യൂവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പരിപാടി മൊത്തം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നോക്കി കണ്ടൊക്കെ പറയണം. അല്ലെങ്കിൽ നമ്മുടെ വായെന്ന് അറിയാണ്ട് വീഴുന്ന ഓരോ കാര്യങ്ങളിൽ പോലും പിടിച്ചു കയറി അതിനെ വിമർശിക്കാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായെന്ന് വരും. ഇപ്പം എന്നെപ്പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്രയ്ക്ക് നല്ല പുണ്യാളനാണെന്ന് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അങ്ങനത്തെ ഇഷ്ടംപോലെ ചാനലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കിയും കണ്ടുമൊക്കെ എല്ലാവരും നല്ല തനൂജേനോട് പെട്ടെന്നോട് ചേച്ചി വന്നു. അപ്പോൾ ആ ചേച്ചീനോട് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും അത് പോട്ടെ. അപ്പോൾ എന്തായാലും തനൂജേനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ കണ്ടൻറ്റൊക്കെ ഇട്ട് നിങ്ങളെ പോവുക. അല്ലാണ്ട് നിങ്ങൾ ഈ അനാവശ്യ വിഷയത്തിനകത്ത് കയറി റിപ്ലൈ കൊടുത്ത് നിങ്ങളുടെ ഉള്ള വിലയും കൂടെ നിങ്ങൾ കളയാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പം നമ്മളെല്ലാവരും സപ്പോർട്ടിന് വേണ്ടി മാത്രമല്ല വീഡിയോ ഇടുന്നു, അത് വേറൊരു കേസ്. പക്ഷെ എന്നാലും നിങ്ങൾ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നൊരു ഓഡിയൻസാണ് നിങ്ങൾക്കുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിയൻസ് ഉള്ള സ്ഥിതിക്ക് അത് കളയാണ്ടിരിക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ.